ഇത് ഏത്തറിൻ്റെ പുതിയ സ്കൂട്ടറാണ് 450 FX. ഇത് 2 ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ അല്ലെങ്കിൽ ചെറിയൊരു ടെസ്റ്റ് റൈഡ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ തന്നെ ഞാനിതെടുത്തിട്ടൊന്ന് കണ്ണൂർ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ലോണം വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12-25 ആയിട്ടുണ്ടാവും. ആദ്യം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു വേണ്ട 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 ബിരിയാണി കഴിച്ചാൽ മതി എന്ന്. അങ്ങനെ ഇവിടെ കയറിയിട്ട് കൈയെല്ലാം കഴുകിയിട്ട് ആടി ഇരുന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപേ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് മാറ്റിയിട്ട് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കൈയോടെ ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞേ. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, വിശപ്പിന് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇത് 2 ഐറ്റംസിൻ്റെ കോമ്പിനേഷനാണ്. ആ റൈസ് ബുഹാരി റൈസാണ്, പിന്നെ ആ കബാബ് വേണ്ട അത് ഉൽഫ കബാബാണ് കേട്ടോ. കബാബിൻ്റെ കൂടെ കുബൂസ് ഉണ്ടാവും, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ലേശം ഉള്ളിയും മുളകിലും ഇട്ടിട്ടാക്കിയ സിമ്പിൾ സലാഡും ഉണ്ട്. അപ്പോൾ കുബൂസും ആ ഉൽഫ കബാബും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഉള്ളീൻ്റെ കഷ്ണം വെച്ച് കുറച്ച് മയോണൈസിൽ മുക്കിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി. ഉൽഫ കബാബ് സംഭവം കൊള്ളാട്ടെ. ഇനി വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് ഞാൻ കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബുഹാരി റൈസ് നൈസായിട്ടൊന്ന് ടേസ്റ്റ് നോക്കി. പിന്നെ ആ ഉൽഫ കബാബിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് ആ ബുഹാരി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചേ. എന്നിട്ട് അതിനൊന്നും കൂടെ ഒരു പഞ്ചി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മുളകെല്ലാം ഇട്ടിട്ടാക്കിയ ഉള്ളീൻ്റെ സാലഡില്ലേ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി. ഈ റൈസിൻ്റെ ഫ്ലേവർ കൊള്ളാൻ കുഴപ്പമില്ല, കഴിക്കുമ്പോൾ ഒരു രസമെല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് എന്തുകൊണ്ടാണ് ബുഹാരി റൈസ് എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബുഹാരി റൈസിന് അങ്ങനെ സ്പൈസി ഫ്ലേവർ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് കഴിച്ച ബുഹാരി റൈസിന് അത്യാവശ്യം കുറച്ചൊരു ഒരു സ്പൈസി ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം പതുക്കെ ഞാൻ ഇവിടുത്തെ ഈ മന്തിയിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ. ഇത് സാധാരണ മന്തിയല്ല, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സൗദി അൽഫാം മന്തി. ഇവിടുത്തെ അൽഫാം അത്ര മോശമാവാറില്ല, പിന്നെ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഹാഫ് സൗദി അൽഫാം മന്തി ഓർഡർ ചെയ്തിരുന്നേനും കേട്ടോ. അൽഫാം ആയാലും ഷവായി ആയാലും ഞാൻ ഈയിടെയായിട്ട് ചെസ്റ്റ് പീസാണ് കേട്ടോ കഴിക്കാറ്. ലെഗ് പീസ് എന്ന് പറയുന്ന സാധനം പൊതുവേ റെഡ് മീറ്റിൻ്റെ കാറ്റഗറി ആണ് എന്നൊക്കെയാണ് കുറേ ആളുകൾ പറയുന്നത്. അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്തായാലും അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ചെസ്റ്റ് പീസിൽ ഫ്രീ ആയിട്ട് കുറച്ച് പ്രോട്ടീനും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ആ മന്തി റൈസിലോട്ട് ലേശം സലാത്തിയെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ചിക്കൻ പീസെല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. മന്തീൻ്റെ കൂടെ മയോണൈസ് ഉണ്ട്. പിന്നെ പൊതുവേ മയോണൈസ് ഞാനങ്ങനെ മന്തീൻ്റെ കൂടെ കൂട്ടാത്തതുകൊണ്ട് ആ മയോണൈസിൻ്റെ പാത്രം ലേശം അങ്ങോട്ട് തട്ടി മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ബുഹാരി റൈസിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ച ഉൽഫ കബാബ് ഉണ്ടല്ലേ, അത് ലേശം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ സൗദി മന്തീൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ച് നോക്കിയാൽ ഈ മന്തി റൈസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഇപ്പോൾ അതാണല്ലോ കേരളത്തിലെ മന്തീൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഫ്ലേവർ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ. ഈ മന്തി കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറേ കൂടി ഒരു ഹെൽത്തി ഫ്ലേവർ, അതായത് ഒരു ഹോംലി ഫ്ലേവറാണ്. ചില റെസ്റ്റോറൻറ്റ്സിൽ മന്തീൻ്റെ ടേസ്റ്റ് കുറച്ച് നല്ലോണം കൂട്ടാൻ വേണ്ടിയിട്ട് അജിനോമോട്ടോ ആഡ് ചെയ്യുന്നവരെന്നോട് പറയുന്നത്. പക്ഷേ ഇവരതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. കുറച്ച് കുറവായിരിക്കും ഇവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് കുറേ കൂടി ഒരു ഹോംലി മന്തിയായിട്ട് തന്നെയാണ് മന്തി അങ്ങനെ കഴിച്ചതിന് തോന്നിയത്. ഒരു ഗ്ലാസ് അതിന് ശേഷം പഞ്ചാബി ലസ്സി നിറയെ തണുത്ത പഞ്ചാബി ലസ്സി കൂടെ അങ്ങോട്ട് പറഞ്ഞേ. നല്ല തണുത്ത തൈരും ബദാമും ഏലക്കായ് പൊടിയും ബൂസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പോളി പഞ്ചാബി ലസ്സി ആയിരുന്നേ അത്. അപ്പോൾ ആ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലത്തെ ഗസൽ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ആടുന്ന് അതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയവരും വീട്ടിൽ നിന്ന് പറഞ്ഞ് വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ കൂടുതലുണ്ട്, ആടെ എന്തായാലും പോകണം, പൈസ കൊടുക്കേണ്ടതാണെന്ന്. പിന്നെ എന്തെന്നാ ചെയ്യുക. അപ്പോൾ അവിടെ ഞാൻ കുളിച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നേരെ അങ്ങോട്ട് വിട്ടേ. വീട് മേലെയാണ്, വീട്ടിൽ കൂടുതലിൻ്റെ ഫുഡ് ഇങ്ങനത്തെ ആയെന്നാണ്. അപ്പോൾ ഒരു പേരിന് വീടിൻ്റെ മുറ്റത്തുനിന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിരിഞ്ഞ് കളിച്ച ശേഷം അപ്പാടന്നെ ഞാനിങ്ങനെ താഴോട്ട് വന്ന്. അപ്പം താഴെ എത്തുമ്പം കാണുന്ന കാഴ്ച എന്നാണെന്നറിയാം, ദാ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കുന്നതാണേ. ഇതിൻ്റെ മണടിച്ചിട്ട് അങ്ങ് അനക്കാടെ നിൽക്കാനും കഴിയുന്നില്ല, അങ്ങോട്ട് മാറിയിട്ട് ഇരിക്കാനും കഴിയുന്നില്ല, തിന്നാനിങ്ങനെ മുട്ടുന്നുണ്ട് കേട്ടാ. ഇതുപോലത്തെ വീട്ടുകുടലിൻ്റെ ബിരിയാണി അല്ലെങ്കിൽ മംഗല ബിരിയാണിക്കല്ലോ ഒരു വല്ലാത്ത ടേസ്റ്റാണ് മോനെ. അതൊരു ഹോട്ടലിലെ ബിരിയാണിക്കോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ബിരിയാണിക്കും കിട്ടുകയില്ലേ. ഇനി ഇവിടെ ബിരിയാണി വെച്ച ആൾ തന്നെ നാളെ പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ആടെ ബിരിയാണി വെക്കാൻ ശ്രമിച്ചാൽ പോലും ഈ ഒരു ടേസ്റ്റ് വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കണ്ണൂർ, തലശ്ശേരി, മുഴപ്പിലങ്ങാട് ആ ഒരു ഭാഗത്തിലുള്ള കല്യാണ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ശരിക്കും മിസ് ചെയ്യുന്നത് ഗൾഫുകാർക്കായിരിക്കും അല്ലേ. അവരെ കാര്യമോ ഇപ്പം എനക്കാണ്ടിരിക്കുമ്പോൾ എനക്കെന്നെ സങ്കടം വരുന്നു. അപ്പം അങ്ങനെ കൈയെല്ലാം കഴുകിയിട്ട് കൈ കഴുകാണ്ട് പതുക്കെ അവിടെ പോയി ഇരുന്നിട്ട് വാഴയില വെച്ചിട്ടുണ്ട്. സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറെല്ലാം വിളമ്പിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയും വിളമ്പിയിട്ടുണ്ട്. ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ. അതിനുശേഷം ഈ പൊരിച്ച കോഴിയിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി.
ഉഫ്, ഒന്നും പറയാനില്ല കേട്ടാ. മന്തിയും കുന്തിയൊന്നും ബിരിയാണീൻ്റെ മുമ്പിൽ ഒന്നുമല്ലാന്ന് ഞാൻ വീണ്ടും 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 അടിവരയിട്ടിട്ട് പറയുന്നു. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ റൗണ്ട് ബിരിയാണിയും കൂടെ വാങ്ങിച്ചിനെ. അതിൻ്റെ ഇടക്ക് ഇനി എൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ലേ, എൻ്റെ മുമ്പിലിരിക്കുന്ന മൂപ്പർ എന്നോട് പറഞ്ഞ് ഞാൻ ചിക്കൻ കഴിക്കൂല, എനിക്ക് വേണ്ടി കെടുത്തോന്ന്. മൂപ്പർക്ക് എന്നും നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂപ്പരെ മുമ്പിലുണ്ടായിരുന്ന ആ 2 ചിക്കൻ പീസും ഞാൻ ഇങ്ങോട്ട് എടുത്തേ. പിന്നെ ആ ചിക്കൻ പീസിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചേ. എന്നിട്ട് ഈ അച്ചാറും പിന്നെ ആ തൈര് സലാഡും കൂടെ ചേർത്തിട്ട് ബിരിയാണി റൈസ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വാരി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ച് ഒരു രക്ഷയില്ലാട്ടാ. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു കപ്പ് വിത്തൗട്ട് കട്ടൻ കാപ്പിയും കുടിച്ച്, കാപ്പി മാത്രം കുടിക്കുമ്പോൾ ബോറടിക്കുന്നതുകൊണ്ട് ഒരു ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റും അതിൻ്റെ അകത്ത് മുക്കി തന്നിനെ. വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ശരി.